ഹലോ. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. എവിടെ നിന്ന് വരുന്നു? ഞാൻ കണ്ണൂരിന്നാണ്. കണ്ണൂരിന്നാണ്. എത്ര വയസ്സുണ്ട്? 18. ചെറിയ 18. അയ്യടാ, കൊച്ചുകുട്ടിയാണല്ലേ. അതാണ് ആ ഒരു നിഷ്കളങ്കതയുണ്ട് കുട്ടിയുടെ മുഖത്ത്. ഇക്ക ഇല്ലേ, ഞാൻ പറഞ്ഞ ശരിയല്ലേ? എന്താണ് മോൻ ചെയ്യാൻ പോണ? എന്താ സംഭവം? മരപ്പൊടിയിൽ കാലം കൊണ്ട് ചിത്രം വരും. മരപ്പൊടി? ഓ, മരപ്പൊടിയിൽ കാലുകൊണ്ട് ചിത്രം വരയ്ക്കോ? ചിത്രം വരയുടെ ഉസ്താദായിരിക്കുന്ന അറിയാലോ അല്ലേ? ഒരുപാട് കണ്ടിട്ടുണ്ട്. അതെ, ഒരുപാട് ഇൻസ്പിറേഷൻ ആണ് ശരിക്കും. മരപ്പൊടിയിലൊക്കെ ഞാൻ ചെയ്യാം. ഈ നമ്മള് സാൻഡ് ആർട്ട് പോലെ അങ്ങനെയാണോ? അതെ, അതേപോലെ തന്നെ. കൈ കൊണ്ട് വരയ്ക്കുവോ? വരക്കലുണ്ട്. പിന്നെ കാലുകൊണ്ട് വരക്കാമെങ്കിലാണ്. അല്ല, ഞാനൊന്ന് എന്റെ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്തേ ഉള്ളൂ. കാല് കൊണ്ട് ചോറ് തിന്നു എന്ന് പറയണ ആളുടെ അടുത്ത് ചോദിക്കാണ്. കാലുകൊണ്ട് ചോറ് തിന്നു, അപ്പൊ കൈ കൊണ്ട് ചോറ് തിന്നു. അല്ല, നമ്മളീ കൈ കൊണ്ട് ചോറുന്ന ഒരു കാലുകൊണ്ട് ചോറുള്ള അപ്പൊ കയ്യിൽ പോയി പോട്ടെ, ഞാൻ അത് കണ്ടിട്ട് ഇതെന്തായാലും എന്റെ കയ്യിൽ പോയി. നമുക്ക് ആ പെർഫോമൻസ് ഒന്ന് കാണാൻ വര കണ്ടിട്ട് ബാക്കി ഞാൻ മേടിക്കാൻ വരാം. റെഡി അല്ലേ? ഓക്കെ, റെഡി. ഇത് പൊളിച്ചേട്ടാ. ഇത് എന്താ വിളിക്കാം അല്ലേ? വിളിച്ച് ഞാൻ പറയുന്നില്ല ഒന്നും, അവര് വന്ന് കാണട്ടെ പ്ലീസ്. നാദിക, നസീർക്ക, റിമി പ്ലീസ്. ആരാ നാദിക? മച്ചാനെ തപ്പടിക്കണ തകിലടി. അല്ലടാ, എനിക്ക് മനസ്സിലായ
അല്ല ഞാൻ ഇവിടെ നിന്നപ്പോ എന്റെ അടുത്ത് അവിടെ നിന്ന് ഗോപി അവിടെ നിന്ന് കാണിച്ച് എന്റെ അടുത്ത് ഇങ്ങനെ കാണിച്ച് ലാലേട്ടനാണെന്ന് പറഞ്ഞു. അത് ഞാനേ ആദ്യം ഞാൻ വിചാരിച്ചു ഇത് ലാലേട്ടൻ. ശ്ശെ, എന്റെ പിന്നെ ലാസ്റ്റ് ഒക്കെ ആയപ്പോ ഞാൻ വിചാരിച്ചു അല്ല നാദിക്കയാണ്. കാലക്കട മുത്തേ കലക്കി ഗംഭീരം സംഭവിച്ചാണ്. ഇതൊക്കെ ഒരു കാല് എന്റെ വെച്ചിട്ടൊക്കെ. പൊന്നെ, ഒരു മണ്ണും കൊണ്ട് വെച്ച് മരപ്പൊടി കൊണ്ട് വരച്ചാൽ ഞാൻ ശരിയാകത്തില്ല. അല്ല ആക്ച്വലി ഇവിടെ നിന്ന് തുടങ്ങിയപ്പോഴേ എനിക്ക് ഇവിടെ എത്തുന്നത് വരെ എനിക്കാണല്ലോ കാണുന്നത് ഇവിടെ നിന്റെ കാലുണ്ടല്ലോ, ഞാൻ ഇങ്ങനെ എന്റെ കാലവാരി കുത്തുന്നു. കാലുവാരി ഞാൻ മോനെ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അല്ലല്ല ഞാൻ ഇപ്പൊ കഴിഞ്ഞ ലോക്ക്ഡൌണിലാണ് ഇങ്ങനെ തുടങ്ങിയത് വെറൈറ്റി. അതെ, വീഴരുത്. പക്ഷെ ഇപ്പൊ ഫ്ലക്സ് വെച്ചിട്ടാണ് ഇത് വരച്ചത്. അപ്പൊ അതുകൊണ്ട് നാദിക്കേനെ ആദ്യമായിട്ടാണോ ചെയ്യണേ? ആ എന്നെ ആദ്യമായിട്ട് ഒരാൾ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ബ്യൂട്ടിഫുൾ. മരപ്പൊടി കൊണ്ട്. അല്ല ശരിക്കും നീ പിണ്ണാക്കൊണ്ടാണ് ചെയ്യേണ്ടത്. അത് വേണം റിമയുടെ തലന്നെടുക്കാം. അയ്യോ അല്ലല്ല, എന്റെ ശിവ കളിമണ്ണ് കേട്ടോ, അത് മതി. അത് മതി, please. നന്നായിട്ടുണ്ടോ മോനെ? ഇങ്ങനെയുണ്ട്. ഇത് പുറത്തുനിന്ന് ഒരാൾ ആദ്യമേ കണ്ട് നിന്റെ കഴിവിനെ പറ്റി പുകഴ്ത്തി പറയണമെങ്കിൽ എടാ കാല എന്റെ കാല അങ്ങനെ എടാ കാലല്ല എന്റെ കാല. പക്ഷെ ശരിക്കും റിമി അനജിന്റെ ഒരുപാട് ഇതുപോലത്തെ പിക്ചേഴ്സ് ഇന്റർനാഷണലി ഫേമസ് ആയിട്ടുണ്ട്. ഇന്റർനാഷണലി. അതെ അതെ. ഇപ്പൊ റൊണാൾഡീനോ സാറിനെ വെച്ചപ്പോ റൊണാൾഡീനോ സാറ് നേരിട്ട് കാണുന്ന വീഡിയോ എടുത്തിട്ട് അയച്ചത്. ഫുട്ബോൾ റൊണാൾഡീനോ. ആ അത് കാലുകൊണ്ടാണ് വരച്ചത്. തമാശയൊക്കെ പറഞ്ഞ് സൂക്ഷിച്ചു കേട്ടോ. ഇന്റർനാഷണൽ ലെവലാ. ഫുട്ബോള് ചെയ്യുന്ന ടക്കേന്നൊരു തൊഴിയായിരിക്കും. ഇപ്പൊ വരച്ചിട്ട് 2 റെക്കോർഡ് കിട്ടിയായിരുന്നു. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡ്. അതാണോ ഈ എളിമയുള്ള അങ്ങനെയുള്ള ഒരാളാണ് എന്നെ വരച്ചേക്കണത്. അത് മനസ്സിലാക്കണം കേട്ടോ. അതാണ് നാദിക, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എനിക്ക് ആകെയുള്ള ഒരു സങ്കടം ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലും കൊണ്ട് അല്ലേ? അല്ല ഇത് എനിക്ക് ഇതെനിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് അതിന്റെ സങ്കടം മാത്രം. അല്ല ഇതിന്റെ ഒരു ഫോട്ടോ എടുത്തോ. അല്ല ഞാൻ ഇപ്പൊ അത് എന്തായാലും കാണിക്കാമല്ലോ. വീട്ടിൽ നിന്ന് എന്തായാലും പുതിയ ഒരെണ്ണം ചെയ്യുന്നുണ്ട് ഞാൻ അതൊക്കെ വേണ്ടിട്ട്. നാദിക, ഈ സ്നേഹം നാദിക അറിഞ്ഞില്ലേ? മോനെ എന്താണ് ഈ നാദികയോട് ഇങ്ങനെ ഇത്രയും ഒരു ആരാധന? അതൊക്കെ ഒരു കലാകാരനും മറ്റൊരു കലാകാരനും തിരിച്ചറിയാൻ പറ്റും. നീ അതിനെ പറ്റി വേണ്ടിട്ട് കാര്യം. അത് അറിയണം ആദ്യം. അതെ ഇതെങ്ങനെയാണ് ആദ്യമേ നമ്മളൊരു സ്കെച്ച് ഇതിന്റെ നോക്കുവോ അല്ലെ ചുമ്മാ ചോദിക്കാനും ചോദിച്ചാ ഇല്ലില്ല ഇപ്പൊ ആദ്യം ഇങ്ങനെ വെച്ച് വരച്ചു നോക്കും. പെൻസിൽ കൊണ്ട് കുറെ വർഷം വരക്കും. വരച്ച് ബ്ലാക്കും ഇത് വെച്ചിട്ട് തിരിക്കും അല്ലേ? തിരിക്കും. ഓക്കെ കറക്റ്റല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പൊടിയിലേക്ക് വരും. വരക്കാർക്കല്ലേ അതൊക്കെ? നമ്മള് പാവങ്ങൾ. വരക്കാരാണല്ലോ. സോറി വേണം നിങ്ങൾ കുറച്ച് മാറിക്കും. ഞങ്ങൾ കുറച്ച് സംസാരിക്കും. അത് വേണ്ട, അതിന്റെ ആവശ്യമില്ല. പ്ലീസ്. വരക്കാര് തമ്മിൽ സംസാരിക്കുമ്പോ കരക്കാരുടെ ആവശ്യമില്ല. കുറെ നേരം മരക്കാർ എവിടെ ചേർക്കും ഓർത്ത് ഇങ്ങനെ ബുദ്ധിമുട്ടിരിക്കുന്നു. എനിക്ക് മനസ്സിലായി. ഒരു രക്ഷയില്ല. അനജ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. ആ